യുദ്ധമല്ലേ, അത് തുടങ്ങിയാൽ രണ്ടിലൊരാൾ ജയിക്കുന്നിടം വരെ തുടരും. അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ലോകം മുഴുവനുമുള്ളവർ. നമുക്ക് ഗ്യാസിന് പെട്രോളിനൊക്കെ വില കൂടും, ക്ഷാമം വരും, ട്രാൻസ്പോർട്ടേഷൻ കുറയും, സാധനങ്ങൾക്ക് ലഭ്യത കുറയും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ യുദ്ധം നീണ്ടുപോയാൽ സംഭവിക്കാനിടയുണ്ട്. അപ്പം നമ്മളെ പറ്റുന്ന പോലെ നമുക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. നമുക്കിന്ന് വിറകടുപ്പിൽ അരി വയ്ക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ചട്ടിയും കലമൊക്കെ ആയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുക. ഇപ്പം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് യുദ്ധം എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരും അതിൻ്റെ ഭീതിയിലാണ്. എന്തായാലും കഷ്ടമാണ്. വേഗം തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഗ്യാസിന് അതുപോലെ പെട്രോളിന് ഒക്കെ ക്ഷാമം വരുമെന്ന് കേൾക്കുന്നു. അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്കും സൂക്ഷിക്കാം. അപ്പം ഞാൻ ഇന്ന് മുറ്റത്തെ അടുപ്പിൽ തീ കത്തിക്കാമെന്ന് വെച്ച് കഞ്ഞി വെക്കാം. അപ്പോൾ അതിനായിട്ട് കരക്കാലത്തിൽ വെള്ളമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിരട്ടയ്ക്കകത്തൊരല്പം ചാരം എടുത്ത് എണ്ണ ഒഴിച്ച് എങ്ങനെയാണ് പെട്ടെന്ന് തീ പിടിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം. ചിരട്ടയ്ക്കകത്ത് 1 സ്പൂൺ ചാരം എടുത്തിട്ടിട്ടുണ്ട്, ഒരു ഞുള്ളു ചാരം. ഇതിലേക്ക് ഒരു 2 തുള്ളി മണ്ണെണ്ണ ഒഴിക്കുക. കണ്ടാണ് ഞാൻ എത്ര ഒഴിക്കുന്നുണ്ടെന്ന്. 1 തുള്ളി എണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഇത് 1 സ്പൂൺ എണ്ണ പോലും ഇല്ല. ഇത്രയും എണ്ണ നമ്മൾ ഈ ചാരത്തിലേക്ക് ഒഴിച്ചു. ഇതിപ്പം വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണേലും ആകാം കേട്ടോ. തീ പിടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ലേ പലരും പുറത്ത് തീ കത്തിക്കില്ലാത്ത, അല്ല അടുപ്പിൽ തീ കത്തിക്കുന്നില്ലാത്ത. അപ്പോൾ അവർക്കൊരു ടിപ്പാണ് ഇതും കൂടെയാണ് ഇങ്ങോട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ 1 സ്പൂൺ എണ്ണ ഒഴിച്ച ചിരട്ട കൊണ്ടുപോയി അടുപ്പിൻ്റെ അകത്ത് വെച്ചു. അതിനപ്പുറത്തൊരു ചകിരി വെച്ചു. പെട്ടെന്ന് തീ പിടിക്കുന്ന ചൂട്ട് പോലെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇനി വയ്ക്കാം. ചൂട്ടില്ലാത്തവർക്ക് പേപ്പറോ എന്തെങ്കിലും വേണമെങ്കിലും വയ്ക്കാം. ഇനി ഈ ചൂട്ടിൽ ഒരു തീ കത്തിച്ച് അതിലേക്ക് കൊണ്ടുപോയി വയ്ക്കും. ഈ തിരി കത്തുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മണ്ണെണ്ണ കൊണ്ടുപോയി ഈ ചൂട്ടിൻ്റെ അറ്റം ഒന്ന് മുക്കിയിട്ട് ഈ തിരിയിൽ നിന്നും കത്തിച്ചിട്ട് അവിടെ കൊണ്ടുപോയി തീ കൊടുക്കാം. നമുക്ക് കത്തി വരുമ്പം പിടിച്ച് കനൽ വരാൻ വേണ്ടി ഒരു ചിരട്ട കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചെറിയ വിറകോ വലിയ വിറകോ ഏതെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ മതി. ആ മണ്ണെണ്ണയിലെ തീ കത്തിത്തീരുന്നതിന് മുമ്പിൽ നമ്മുടെ വിറകുകളിലൊക്കെ തീ പിടിച്ചിടും. വേനലായതുകൊണ്ട് പറയുകയും വേണ്ട, പെട്ടെന്ന് തീ കത്തിക്കോളും. കണ്ടോ, കത്തിപ്പിടിച്ച് വരുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചൂട്ട് കത്തി തീർന്നില്ല, അതിന് മുമ്പിൽ തന്നെ തീ പിടിച്ചിട്ടുണ്ട്. ഞാൻ കഞ്ഞി വെക്കാനുള്ള വെള്ളം വെച്ചു, മൂടി വെച്ചു. വെള്ളം തിളച്ച് വരട്ടെ. നമുക്ക് അരി എടുത്തുകൊണ്ട് വരാം. ജയ കേട്ടോ, തവിടില്ലാത്ത അരിയാണ്. വെളുത്ത തവിടില്ലാത്തതല്ല, വെളുത്ത തവിടുള്ള അരി. അരി കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം വെള്ളം തിളച്ചോ ഇല്ലയെന്ന്. ചൂടായി വരുന്നതേ ഉള്ളൂ, തിളക്കട്ടെ. അടുപ്പത്തിരുന്ന് വെള്ളം തിളയ്ക്കുന്ന കണ്ടോ. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പം വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി. ഒരു അരി ഇട്ടതേ വെള്ളം നിന്നു. നമുക്ക് ബാക്കിയും കൂടെ മൊത്തം ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞ് നമുക്ക് മൂടി വെക്കാം. തീ ഒന്ന് കൂട്ടി വയ്ക്കാം.
അരിയിട്ട് വീണ്ടും കഞ്ഞി തിളച്ചു. അപ്പോൾ കുറേ വെള്ളം അടുപ്പിലേക്ക് ചടിപ്പോയി. അപ്പോൾ തന്നെ നമ്മുടെ തീയൊക്കെ കുറഞ്ഞു. നമുക്ക് തീയൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇനി വലിയ തീയൊന്നും വേണ്ട. അരി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ വളരെ കുറച്ച് മതി. കൂടുതൽ തീ ഉണ്ടായാൽ തിളച്ച് തൂവിപ്പോവും. നമ്മുടെ കഞ്ഞി തിളച്ചുകൊണ്ടിരിപ്പുണ്ട്. നമുക്ക് എന്തായെന്നൊന്ന് കോരി നോക്കാം. ഒന്നും ആയില്ല. 1 മണിക്കൂർ മിച്ചം എടുക്കും കഞ്ഞി ഒന്ന് വേകാൻ. പുഴുക്കലരിയല്ലേ, പുഴുങ്ങി ഉണങ്ങി നെല്ല് കുത്തി അരി. എന്നാലും അരി അല്പം വലുതായി വന്നിട്ടുണ്ട്. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ട്. ചോറ് വെന്ത് വരുമ്പം വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. 4 അരിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി വെള്ളം ചിലപ്പോൾ ആവശ്യം വരികയില്ല. വലിയ കലത്തിനകത്ത് ഇച്ചിരി അരിയല്ലേ ഇട്ടിട്ടുള്ളൂ. അരി അടുപ്പത്തിട്ട് തിളച്ചാൽ 1 മണിക്കൂറും കൊണ്ട് മിക്കവാറും കഞ്ഞി വേകും. നമ്മുടെ അവനൊരു 10 മണി ഒക്കെ ആകാറായപ്പോഴാണ് അരി അടുപ്പത്തിട്ടത്. 10:15 മുമ്പ് തിളച്ചെന്ന് തോന്നേ. ഇപ്പോൾ 11:15. നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. വെന്തോന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടെ തിളച്ചിട്ട് കോരിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ പാത്രം കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കോരിയെടുക്കാം. നമ്മളെങ്ങനെ യുദ്ധത്തിന് മുൻകരുതലെടുത്തു, അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് വരാൻ പോകുന്ന ഗ്യാസ് ക്ഷാമത്തിന് നമുക്ക് മഴയടപ്പിലാണൊക്കെയാണെങ്കിൽ പുറത്തൊക്കെ തീ കത്തിക്കാൻ ഭയങ്കര പാട്. ഇപ്പോഴൊക്കെയാണ് നമുക്ക് പുറത്ത് തീ കത്തിക്കുന്നതിനൊരു കുഴപ്പമില്ല. നമുക്കിനി എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പ്, കോഴിക്കുള്ളതാണ്. നല്ല തീക്കനമുള്ള അടുപ്പാണിപ്പം. അതവിടെ ഇരുന്ന് വെന്തോളും. ഈ മൂട് കൊണ്ട് അത് മൂടി വയ്ക്കും. ചോറ് നമുക്ക് കൊണ്ട് മൂടി വയ്ക്കും. എന്നിട്ടെടുത്ത് അകത്തോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ചോറ് നമ്മൾ കണ്ടോ പരിക്കകത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്യാസ് ലാഭിച്ചു. ഇതുപോലെ നമുക്ക് വേനൽക്കാലം മുഴുവനും ഗ്യാസ് ലാഭിക്കാം. ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് പുറത്ത് കഞ്ഞി വെച്ച് നോക്കാം, ഗ്യാസ് ലാഭിക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.